അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ ദൃശ്യകലയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ ചിത്രകലയുടെ ചരിത്രം സ്വാഭാവികമായിട്ടും എല്ലാവരും തുടങ്ങുന്നത് ആദ്യത്തെ പെയിൻറ്ററാണെന്ന് പറയപ്പെടുന്ന രാജാ രവിവർമ്മയിൽ നിന്നാണ്. രാജാ രവിവർമ്മ കഴിഞ്ഞ് പിന്നീട് ഏതാണ്ട് ഒരു KCS പണിക്കരുടെ ചിത്രകല വരെയുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യപ്പെടുകയും അതിനെക്കുറിച്ച് എഴുതപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ആണ്. അതേസമയം തന്നെ വേറൊരു ധാരയിലുള്ള രവിവർമ്മയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള ഇവിടുത്തെ ട്രഡീഷണൽ പെയിൻറ്റിങ്, ഇപ്പോൾ കേരളത്തിലെന്ന് പറഞ്ഞാൽ മ്യൂറൽ ചിത്രകല അല്ലെങ്കിൽ ക്ഷേത്രകല, അതിൻ്റെ ആർക്കിടെക്ചറൽ ശില്പകല, അതിലുണ്ടായിട്ടുള്ള കൊത്തുപണികൾ, ഇതൊക്കെ വിഷ്വൽ ആർട്ടിൻ്റെ തന്നെ മേഖലയിൽ വരുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് സ്റ്റഡി നടന്നിട്ടുള്ളത് വേറൊരു ഏരിയയിലാണ്. അത് പരമ്പരാഗത കലകളുടെയും ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമാണ് അത്തരം സ്റ്റഡികൾ കൂടുതൽ നടന്നിട്ടുള്ളത്. കേരളത്തിലെ പിന്നെ KCS പണിക്കർ കഴിഞ്ഞ് ഉള്ള ചരിത്ര പഠനങ്ങൾ, കുറിപ്പുകൾ എല്ലാം തന്നെ എഴുതപ്പെട്ടിട്ടുള്ളത് അതിനുശേഷമുള്ള ഒരു കാലയളവിനെ വിസ്മരിച്ചുകൊണ്ടാണ്. ഇതിനിടയിൽ പിന്നെ വരുന്നത് കൊച്ചി മുസിരിസ് ബിനാലെ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഇവൻ്റാണ്. ആ ഇവൻ്റ് കൊച്ചിയിൽ നടക്കുകയും കലാചരിത്രം ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം പിന്നെ ബിനാലെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ചരിത്രം എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു വലിയ കാലഘട്ടം, പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഉള്ള പശ്ചിമ കൊച്ചി എന്നറിയപ്പെടുന്ന ആ പ്രദേശം കേരള കലാചരിത്രത്തിൽ ഒരുപാട് ഇവൻറ്റുകൾ നിറഞ്ഞിട്ടുള്ള ഒരു സമൃദ്ധമായിട്ടുള്ള ചരിത്രമുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് ആദ്യത്തെ വിഷ്വൽ ആർട്ട് ഗാലറി ദ്രാവിഡ്യ ആർട്ട് ആൻഡ് പെർഫോമൻസ് ഗാലറി എന്നുള്ള പേരിൽ തുടങ്ങുമ്പോൾ അത്തരം ഒരു പേരും അതിൻ്റെ പിന്നിലുണ്ടായുള്ള കൺസെപ്റ്റ് തന്നെ ദൃശ്യകലകളെ മാത്രമല്ല, അല്ലാത്ത തരം നമുക്ക് സംവദിക്കാവുന്നതായിട്ടുള്ള എല്ലാത്തരം കലകളുടെയും ഒരു കോമൺ പ്ലാറ്റ്ഫോം, അതിനുള്ള ഒരു പൊതുവേദി, അതുമാത്രമല്ല കലാകാരന്മാർ തമ്മിലുള്ള ആശയവിനിമയം, ഇൻറ്ററാക്ഷൻസ്, ഇതിനെല്ലാം മുൻനിർത്തിയിട്ടുള്ള ഒരു വളരെ സ്വപ്നാത്മകമായ ഒരു പേരും അത്തരം ഒരു ഐഡിയ ആയിരുന്നത്. അതിൻ്റെ ആദ്യകാലം മുതൽ തന്നെ വളരെ വ്യത്യസ്തമായ വ്യത്യസ്തരായ ഒരുപാട് ചിത്രകാരന്മാരെ അവതരിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ തുടക്കം തന്നെ. ഒരു ഉദാഹരണം പറഞ്ഞ് ഇന്നത്തെ പ്രസിദ്ധനായ ചിത്രകാരനായ സക്കീർ ഹുസൈൻ, ചിത്രകാരിയായ നിജിന നീലാംബരം, അങ്ങനെ പല ആളുകളുടെയും ആദ്യത്തെ വൺമാൻ ഷോ നടന്നിട്ടുള്ള ഒരു ഗാലറിയാണ്. ഇതേ ഗാലറിയിൽ തന്നെ ഒരുപാട് പരമ്പരാഗത സമ്പ്രദായത്തിലുള്ള കലാരൂപങ്ങൾ, കൂത്ത്, കൂടിയാട്ടം, മിഴാവ്, പപ്പട്രി, തോൽപ്പാവക്കൂത്ത്, അങ്ങനെ ഒരുപാട് പരമ്പരാഗത കലകളുടെയും അവതരണ വേദിയായിട്ട് ഈ ഗാലറി മാറിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ അന്തർദേശീയ തലത്തിൽ നിന്നുള്ള, ഇപ്പോൾ കാലിഫോർണിയയിൽ നിന്നുള്ള ഡാൻഡിലിയൻ തിയേറ്റർ, ചിലിയിൽ നിന്നുള്ള അണ്ടർഗ്രൗണ്ട് തിയേറ്റർ എന്നറിയപ്പെടുന്ന എൽട്ടണൽ എന്ന് പറയുന്ന തിയേറ്ററിലെ എലിയാസ് കോഹൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ അവതരണം ഈ ഗാലറിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നുള്ള സൂസൻ ഫോക്സ്, ജോൺ എന്ന് പറയുന്ന 2 കലാകാരന്മാരുടെ പെർഫോമൻസ് ഈ ഗാലറിയിൽ നടന്നിട്ടുണ്ട്. അതുകൂടാതെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പല ചിത്രകാരന്മാർ, ഫിലിപ്പ് ഹാവൽസ് പോലത്തെ ഓസ്ട്രേലിയൻ സീനിയർ പെയിൻറ്റേഴ്സിൻ്റെ സ്ലൈഡ് ഷോകൾ, പ്രദർശനങ്ങളൊക്കെ ഈ ഗാലറിയിൽ നടത്തിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതായിട്ട് പറയാവുന്ന നമ്മുടെ നാട്ടിലെ ഈ സമകാലീന കലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവർ ആധുനികമായ രീതിയിൽ ആധുനികമായിട്ടുള്ളൊരു കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ചരിത്രം ശില്പിയായിരുന്ന KP കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യൻ റാഡിക്കൽ പെയിൻറ്റേഴ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നൊരു പ്രസ്ഥാനവും അതിൻ്റെ ഇടപെടലായിരുന്നു. അതിൻ്റെ ഇടപെടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന പെയിൻറ്റേഴ്സ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു നിലയ്ക്കൽ, അത് കൃഷ്ണകുമാറിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു നിലയ്ക്കലാണ്. അതൊരു വല്ലാത്ത ഡിപ്രസിങ് പീരീഡായിട്ട് ഈ ചിത്രകാരന്മാരെല്ലാം ബാധിച്ചിട്ടുണ്ട്. ആ ചിത്രകാരന്മാർ വളരെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാരാണ്. അവർ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യൻ ചിത്രകലയിൽ തന്നെ വളരെ പ്രധാന ചിത്രകാരന്മാരായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ അത്ര പ്രാധാന്യത്തോടുകൂടി ആ ഒരു ഗ്യാപ്പ് കാലഘട്ടം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നത്
ശില്പിയായ റിംസൺ, അലക്സ് മാത്യു, പെയിൻറ്റർ NN മോഹൻദാസ്, പ്രഭാകരൻ, കെ രഘുനാഥൻ ശില്പി മുതലായിട്ടുള്ള D അലക്സാണ്ടർ, വത്സരാജ്, അങ്ങനെ ഒരു വലിയ വിഭാഗം പെയിൻറ്റേഴ്സിനെ ആണ് തുടക്കത്തിൽ തന്നെ നമ്മൾ ഗാലറി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ റാഡിക്കൽ പെയിൻറ്റേഴ്സിൻ്റേതായിട്ടുള്ള മാനിഫെസ്റ്റോയോ അത്തരം ആശയങ്ങളെയോ ഡയറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതിയായിരുന്നില്ല അത്. അതിൻ്റെ പ്രധാന ആശയം തന്നെ കലകളുടെ ഒരു സംഗമവേദി എന്നുള്ള രീതിയിലായിരുന്നു. മറ്റു കലാരൂപങ്ങൾ, ഇപ്പോൾ പെർഫോമിംഗ് ആർട്സ്, മ്യൂസിക്, തിയേറ്റർ മുതലായുള്ള കലകൾക്കുള്ള ഒരു കോമൺ വേദിയായിട്ടാണ് ഇത് തുടങ്ങിയത്. അങ്ങനൊരു വേദി ഇന്ത്യൻ ആർട്ടിലോ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയതായിട്ട് എനിക്ക് അറിവില്ല ആ കാലഘട്ടത്തിൽ. പിന്നീട് ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും അതൊരു തുടക്കമായിരുന്നു. അവിടെ നടന്നിട്ടുള്ള നൂറുകണക്കിന് പ്രദർശനങ്ങൾ ഈ ചരിത്രത്തിൽ അടയാളപ്പെടുത്താതെ പോയിട്ടുള്ള പ്രദർശനങ്ങളാണ്. ഇതോടൊപ്പം തന്നെ അത് ഒരു വലിയ മൂവ്മെൻ്റായിട്ട് മാറുകയും കേരളത്തിലൊരു വലിയ മൂവ്മെൻ്റായിട്ട് മാറുകയും ഏതാണ്ട് പ്രൊഫഷണലി ഓർഗനൈസ് ചെയ്യപ്പെട്ടുള്ള പ്രോപ്പർ ലൈറ്റിങ്ങും വാൾ സ്പേസും ഒക്കെ ഉള്ള ഒരു ആദ്യത്തെ ഗാലറി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥലമായിരുന്നു. ആ ഗാലറിയുടെ പ്രവർത്തനം ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഷോകൾ കേരളത്തിൻ്റെ ചിത്രകലാ രംഗത്ത് വലിയ ചലനം സൃഷ്ടിക്കുക, ഒരു വലിയ മൂവ്മെൻ്റായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. കാരണം അതിനെ തുടർന്ന് ഈ NN മോഹൻദാസ്, സക്കീർ ഹുസൈനെ പോലുള്ള പെയിൻറ്റേഴ്സ് കൊച്ചിയിലേക്ക് താമസം മാറുകയും അവിടെ റെസിഡൻസികൾ തുടങ്ങുകയും റെസിഡൻസിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു ചരിത്രത്തിന് തുടർച്ചയുണ്ട് അതിൽ. ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയ രണ്ടാമത്തെ ഗാലറി ആയിട്ട് പറയപ്പെടുന്നത് ഇത്. ആ ഗാലറിയും കേരള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഷോകൾ നടത്തിയിട്ടുള്ള ഒരു ഗാലറിയായി മാറിയിട്ടുള്ള ഒരു ഗാലറിയാണ്. അത് കാശി ആർട്ട് കഫേ എന്ന പേരിൽ തുടങ്ങുകയും പിന്നീട് കാശി ആർട്ട് ഗാലറിയായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ ഗാലറിയുടെയും ആരംഭം മുതൽ അതിൻ്റെ സ്ഥാപകനായ അനൂപ് സ്കറിയ ഈ സ്ഥാപനം ക്യൂറേറ്റ് ചെയ്യാനും അതിൻ്റെ ദൃശ്യകലയുമായി ബന്ധപ്പെട്ടുള്ള കഫേ അല്ലാത്ത എല്ലാ ഏരിയകളും കൈകാര്യം ചെയ്യാനുള്ള ചുമതല എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ രണ്ട് ഗാലറികളുടെയും സൈമൾട്ടേനിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഒരു വലിയ പങ്കുവഹിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ചരിത്രത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാവുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അതിന് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്, ഏതാണ്ട് 25 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് കൊച്ചിൻ മുസിരീസ് ബിനാലെ ഉണ്ടായി വരുന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഈ ചരിത്രം ശരിക്ക് ശ്രദ്ധിക്കുകയും പഠിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ് ജ്യോതി ബാസു. അപ്പോൾ അവരൊക്കെ തന്നെയാണ് ആദ്യകാലങ്ങളിൽ ഇവരെ എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആ സമയത്ത് ഇവിടുത്തെ എക്സിബിഷനുകൾ വേറെയും എക്സിബിഷനുകൾ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് എറണാകുളത്ത് ദർബാർ ആർട്ട് ഗാലറിയും ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അത്ര സജീവമല്ലാതെ പൊടിയൊക്കെ പഠിച്ചിട്ട് കിടന്നിരുന്ന ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ മിനിമൽ സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥാപനമായിരുന്നത്. അതേ സമയത്ത് തന്നെ അവിടെ ചിത്രം എന്ന് പറഞ്ഞൊരു ചെറിയ കോറിഡോർ പോലത്തെ ഒരു സ്ഥലം ഗാലറി എന്ന പേരിൽ അവർ നടത്തിയിരുന്നു. അതിന് ആ കാലത്ത് 1000 രൂപയോളം വാടക വാങ്ങിയിരുന്നെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാവണം. പിന്നെയും 90 കാലഘട്ടത്തിൽ ഡെയിലി 1000 രൂപ വാടക എന്ന് പറയുന്നത് ഒരു വലിയ ഭീമമായ തുകയായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു ആർട്ടിസ്റ്റിന് ഒരു 1 മാൻ ഷോ അല്ലെങ്കിൽ ഒരു 4-5 പേര് കൂടി ഒരു ഗ്രൂപ്പ് ഷോ ചെയ്യണമെങ്കിൽ അത്തരം അതിന് പറ്റിയൊരു സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇനി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് വലിയ ചിലവടിച്ചൊരു പരിപാടിയായിരുന്നു. പ്രത്യേകിച്ച് പ്രിൻറ്റിങ്, ഓഫ്സെറ്റ്, മൾട്ടി കളർ പ്രിൻറ്റിങ് അപ്രാപ്യമായിട്ടുള്ള ബഡ്ജറ്റുള്ള ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ അന്ന് അതില്ലെങ്കിൽ ഒരു എക്സിബിഷൻ നടത്തി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി നമ്മൾ ഉണ്ടാക്കി. കാരണം ഗാലറി ഇത് റെൻ്റ് ചെയ്യുന്ന ഒരു ഗാലറി ആയിരുന്നില്ല. പകരം വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുകയും അവരുടെ വർക്കുകൾ കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്ത് അത് വേണ്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് നല്ല രീതിയിലൊരു ഡിസ്പ്ലേ അറേഞ്ച് ചെയ്യുകയും പബ്ലിക്കിനെ വിളിച്ചുകൂട്ടി ഷോ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രകാരന്മാരിൽ പ്രത്യേകിച്ചും പ്രഭാകരനെ പോലുള്ള ചിത്രകാരന്മാർ, മോഹൻദാസിനെ പോലുള്ള ചിത്രകാരൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അധ്യാപക തുല്യരായിട്ടുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളും അടുത്ത സുഹൃത്തുക്കളുമാണ്. എങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഒരു അധ്യാപകരുടെ പൊസിഷൻ ഞാൻ മനസ്സിൽ അവർക്ക് എപ്പോഴും കൊടുത്തിരുന്നു. അവരെന്നോട് ആ രീതിയിൽ ഇടപെടുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയാൻ പ്രഭാകരൻ്റെ ഇടപെടലുകൾ വളരെ പ്രധാനമാണ്. അത് റാഡിക്കൽ പെയിൻറ്റേഴ്സിൻ്റെ മാത്രം ഐഡിയാസ് ആയിരുന്നില്ല. ഒരു കലാധ്യാപകൻ എന്ന നിലയിലും വളരെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും പ്രഭാകരൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു രീതി, 2 രീതിയാണ്. ഒന്ന് കളിയാക്കുന്നൊരു രീതി, മറ്റൊന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നൊരു രീതിയുണ്ട്. ആളെ വ്യക്തിഹത്യ പോലും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലെക്ചറിങ് സ്വഭാവമുണ്ട്. അതെന്നെ വളരെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഒരു ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറിയിട്ടുള്ളതാണ്. അപ്പോൾ പ്രഭാകരൻ്റെ സ്ലൈഡ് ഷോ നടത്തിയിട്ടുണ്ട്. ഗ്രേറ്റ് പ്രൊസഷൻ എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും ഷോ ചെയ്യാൻ അതിൻ്റെ ഓർഗനൈസറായിട്ട് കൂടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഭൂപൻ കാക്കാർ എന്ന് പറഞ്ഞ പെയിൻറ്റർ മരിച്ച സമയത്ത് അവർക്ക് ഇന്ത്യയിൽ ആദ്യം ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗാലറിയാണ്. ആ ട്രിബ്യൂട്ട് കേരളത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് ചിത്രകാരന്മാരുടെ പ്രിൻ്റുകൾ റിലീസായിരുന്നു. ആ പ്രിൻ്റിൽ പ്രഭാകരൻ്റെ പ്രിൻ്റ് ഉണ്ടായിരുന്നു, ശോശ ജോസഫിൻ്റെ പ്രിൻ്റ് ഉണ്ടായിരുന്നു, റിംസൻ്റെ പ്രിൻ്റ് ഉണ്ടായിരുന്നു. ശോശ ജോസഫ്, റിംസൺ, ജ്യോതി ബാസു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രകാരനാണ്. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ജ്യോതി ബാസു ചെയ്തിട്ടുള്ള ചിത്രം, ഒരു കൈത വരച്ചു തുടങ്ങിയ ആ ചിത്രം, ആ കൈത ആദ്യമായിട്ട് എക്സിബിറ്റ് ചെയ്തതും നമ്മുടെ ഗാലറിയിലാണ്.